നമസ്കാരം, എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ പ്രാധാന്യം കൂടി വരുന്നൊരു സ്ട്രീമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും മാറി വരികയാണ്. കേരളത്തിൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും ബിടെക് കോഴ്സായി നൽകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ ആകെ എഞ്ചിനീയറിംഗ് കോളേജുകൾ പരിശോധിക്കുമ്പോൾ അതിൽ 26 കോളേജുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിടെക് കോഴ്സിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. അതിൽ ഒരു കോളേജിൽ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാത്രമായി ബിടെക് കോഴ്സ് നൽകുന്നത്. അത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ബസേലിയോസ് മാത്യൂസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആണ്. അവിടെ ബിടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ 60 സീറ്റ് ഈ അധ്യയന വർഷത്തിൽ നൽകുന്നുണ്ട്. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പ്രോസ്പെക്ടസിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന് പുറമെ മറ്റ് 25 കോളേജുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും ചേർന്ന ബിടെക് കോഴ്സാണ് നൽകുന്നത്. അതിന് AD എന്ന ഷോർട്ട് ഫോമാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ AD ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസ് ബിടെക് കോഴ്സായി നൽകുന്ന ആദ്യത്തെ കോളേജ് ആലപ്പുഴ ജില്ലയിൽ ഉള്ള ചേർത്തല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 60 സീറ്റുകൾ ഈ കോഴ്സിന് ഈ അധ്യയന വർഷം നൽകുന്നുണ്ട്. രണ്ടാമത്തെ കോളേജ് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കരുനാഗപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെയും 60 സീറ്റുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസ് എന്ന ബിടെക് സ്ട്രീമിന് ഈ വർഷം നൽകുന്നുണ്ട്. മൂന്നാമത്തെ ക്യാമ്പസ് ഇടുക്കി ജില്ലയിലാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ. ഇവിടെയും 60 സീറ്റ് ഈ അധ്യയന വർഷം ഉണ്ട്. നാലാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്ന ക്യാമ്പസ് പാലക്കാട് ജില്ലയിലുള്ള അൽ അമീൻ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഷൊർണൂറാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസിൽ 60 സീറ്റാണ് നിലവിലുള്ളത്. അഞ്ചാമത്തേത് മഞ്ചേരി, മലപ്പുറം മഞ്ചേരിയിലെ ഏറനാട് നോളജ് സിറ്റി ടെക്നിക്കൽ ക്യാമ്പസ് ആണ്. ഇവിടെ 30 സീറ്റ് ഈ കോഴ്സിന് ഈ അധ്യയന വർഷം നൽകുന്നുണ്ട്. ആറാമത്തെ ക്യാമ്പസ് തൃശ്ശൂരാണ്. ഹോളി ഗ്രേസ് അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ മാളയിലാണ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. അവിടെയും 60 സീറ്റ് ഈ വർഷമുണ്ട്. ഏഴാമത്തെ ക്യാമ്പസ് എറണാകുളം മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസിൽ 60 സീറ്റ് നിലവിലുണ്ട്. എട്ടാമത്തെ ക്യാമ്പസ് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെയും 60 സീറ്റാണ് ഈ വർഷമുള്ളത്. ഒൻപതാമത്തെ ക്യാമ്പസ് മലപ്പുറം ജില്ലയിലാണ്. KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്. ഇവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസിൽ 60 സീറ്റ് നൽകുന്നുണ്ട്. പത്താമത്തെ ക്യാമ്പസ് KMCT കോളേജ് ടെക്നോളജി മുക്കം കോഴിക്കോട് ജില്ലയിലാണ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസിലുണ്ട്. പെരിന്തൽമണ്ണ MEA എഞ്ചിനീയറിംഗ് കോളേജ് പെരിന്തൽമണ്ണ. അവിടെ 30 സീറ്റാണ് ഉള്ളത്. 12ാമത്തെ ക്യാമ്പസ് എറണാകുളത്ത് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അവിടെ 60 സീറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസിനുണ്ട്. 12ാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ക്യാമ്പസ് അത് മലപ്പുറം ജില്ലയിലാണ്. കുറ്റിപ്പുറം MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അവിടെയും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ 60 സീറ്റാണ് ഈ അധ്യയന വർഷം നൽകുന്നത്. 13ാമത്തെ ക്യാമ്പസ് തൃശ്ശൂർ ജില്ലയിലാണ്. MET സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അത് മാളയിലാണ്. അവിടെയും 60 സീറ്റാണ് ഈ വർഷം ഈ കോഴ്സിന് നൽകുന്നത്. 14ാമത്തെ ക്യാമ്പസ് എറണാകുളം ജില്ലയിലാണ്. മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. അവിടെയും 60 സീറ്റ് നിലവിലുണ്ടെന്ന് പ്രോസ്പെക്ടസിൽ പറയുന്നു. 15ാമത്തെ ക്യാമ്പസ് നേരത്തെ നമ്മൾ പല ക്യാമ്പസുകളും പരിചയപ്പെടുത്തിയ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. നിർമ്മല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ചാലക്കുടി. അവിടെയും 60 സീറ്റ് നിലവിലുണ്ട്. 16ാമത്തെ ക്യാമ്പസ് തിരുവനന്തപുരം ജില്ലയിലാണ്. PA അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കരകുളം തിരുവനന്തപുരം. അവിടെയും 60 സീറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഡേറ്റാ സയൻസിന് ഈ അധ്യയന വർഷം നൽകുന്നുണ്ട്. 17ാമത്തെ ക്യാമ്പസ് തൃശ്ശൂർ ജില്ലയിലാണ്. റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അവിടെയും 60 സീറ്റാണ് ഈ വർഷമുള്ളത്. 18ാമത്തെ ക്യാമ്പസ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അത് കോട്ടയം ജില്ലയിലാണ്, പാലയിലാണ്. അവിടെയും 60 സീറ്റ് നിലവിലുണ്ട്. 19ാമത്തെ ക്യാമ്പസ് നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ 60 സീറ്റാണുള്ളത്. 20ാമത്തെ ക്യാമ്പസ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി.
പാലക്കാട് ജില്ലയിലാണ്. അവിടെയും 60 സീറ്റാണ് ഉള്ളത്. 21ാമത്തെ ക്യാമ്പസ് അവിടെയും 60 സീറ്റാണ്. ആ ക്യാമ്പസ് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഫോർ സ്റ്റാർട്ടപ്പ് കോട്ടയം ജില്ലയിലാണ്. 60 സീറ്റ് തന്നെയാണ് അവിടെയും ഉള്ളത്. 22ാമത്തെ ക്യാമ്പസ് അത് എറണാകുളം മൂവാറ്റുപുഴയിലാണ്. വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അവിടെയും 60 സീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് ഡാറ്റ സയൻസ് കോഴ്സിന് നിലവിലുണ്ട്. 23ാമത്തെ ക്യാമ്പസ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ്. അത് കണ്ണൂർ ജില്ലയിലാണ്. അവിടെ 120 സീറ്റുകളാണ് ഈ അധ്യയന വർഷം ഉള്ളത്. 24ാമത്തെ ക്യാമ്പസ് കൊച്ചിയിലാണ്. രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അവിടെയും 60 സീറ്റ് ഉണ്ട്. 25ാമത്തെ ക്യാമ്പസ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. അവിടെയും 60 സീറ്റ് ഉണ്ട്. ഇത്രയും ക്യാമ്പസുകളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് ഡാറ്റ സയൻസ് എന്ന ഒരു പുതുമയുള്ള വിഷയം ബിടെക് സ്ട്രീമിൽ നൽകുന്നത്.